ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. CP സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പായസം ഉണ്ടാക്കാനായിട്ടാണ്. സേമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പായസത്തിന് ആവശ്യമായ ഒരു പാക്കറ്റ് പാൽ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അത് തിളപ്പിച്ചെടുക്കാനായി ഒരു സോസ് പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓണാക്കി കൊടുക്കാം. അത് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഫ്രൈ ചെയ്തെടുക്കാം. പായസം ഉണ്ടാക്കാനായി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഫ്രൈ ചെയ്തെടുക്കാനായി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 15 അണ്ടിപ്പരിപ്പ് നുറുക്കിയെടുത്തിട്ടുള്ളതാണിത്. അണ്ടിപ്പരിപ്പൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അത് വീർത്ത് വരുന്ന സമയം മാത്രമേ വേണ്ടൂ. രണ്ടും കൂടി ഫ്രൈ ആയി വരുന്നുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ബാക്കി വന്ന നെയ്യിലേക്ക് പായസത്തിനാവശ്യമായ 1 കപ്പ് സേമിയ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് റോസ്റ്റ് ചെയ്ത സേമിയയാണ്. റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ കുറച്ച് ബ്രൗൺ കളറാകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ സേമിയ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സേമിയ വെന്ത് വരുവാൻ വേണ്ടിയാണ്. അത് തിളച്ച് വരട്ടെ. നമ്മുടെ സേമിയ ഇവിടെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സേമിയ വെന്ത് വരുന്ന സമയം മാത്രമേ വേണ്ടൂ. അപ്പോഴേക്കും നമ്മുടെ പായസം റെഡിയാവും. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. സേമിയ പകുതി വെന്ത് വരുമ്പോൾ മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പഞ്ചസാര ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേമിയ വെന്ത് കിട്ടുകയില്ല. നമ്മുടെ പാലും സേമിയയും എല്ലാം കൂടെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരം വേണ്ടുന്നവർക്ക് അതിനനുസരിച്ചുള്ള മധുരം ചേർക്കാം. പായസത്തിന് മധുരമുണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ 1 കപ്പ് ഈ സേമിയ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി കുറച്ച് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്.
ഇനി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. 10 മിനിറ്റ് വേണ്ടു ഇതുണ്ടാക്കുവാൻ വേണ്ടി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.